ഗുഡ് ഈവനിങ് ട്രേഡേഴ്സ്, ഗുഡ് ഈവനിങ് ഇൻവെസ്റ്റേഴ്സ്. ദിസ് ഇസ് സിയാത്ത് ഇല്ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കിടക്കാം. അങ്ങനെ നിഫ്റ്റി ഇന്ന് 1.1% ഒരു ഇടിവ്, 250 പോയിൻ്റാണ് നിഫ്റ്റി ഇടിവ് രേഖപ്പെടുത്തിയത്. തുടർച്ചയായിട്ട് ഇപ്പോൾ കണ്ടിന്യൂസ് 5 ദിവസം മാർക്കറ്റ് ഇടിവ് രേഖപ്പെടുത്താണ്. അപ്പോൾ തുടർച്ചയായ ഒരു 8 ദിവസത്തെ ഇടിവിന് ശേഷം ഒരു ദിവസം മാർക്കറ്റ് ഗ്രീനിൽ ക്ലോസ് ചെയ്തതിന് ശേഷം ഫർദറായിട്ട് വീണ്ടും ഇടിഞ്ഞു. മേജർ സപ്പോർട്ട് സോണായിട്ടുള്ള 22,800 എന്ന് പറഞ്ഞ റേഞ്ച് താഴെ പോയി. ഇന്ന് നിഫ്റ്റി മേജർ ഇൻഡെക്സും മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും ഇടിവ് രേഖപ്പെടുത്തി. കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം നമ്മൾ കണ്ടിരുന്നു. വെള്ളിയാഴ്ച ദിവസത്തെ ആ ഒരു യു എസ് മാർക്കറ്റിൻ്റെ പെർഫോമൻസ് നമ്മൾ ഇന്നലെ, അതായത് ഞായറാഴ്ച നമ്മൾ മാർക്കറ്റ് ഔട്ട്ലുക്കിൽ ഡിസ്കസ് ചെയ്ത സമയത്ത് യു എസ് മാർക്കറ്റ് അവിടുത്തെ ഇൻഫ്ലേഷൻ സ്റ്റേബിൾ ആവാതെ ഫർദർ റേറ്റ് കട്ട് ഉണ്ടാകില്ല എന്നുള്ള ഒരു ന്യൂസ് കാരണം യു എസ് മാർക്കറ്റ് ഭീകരമായ രീതിയിൽ ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ നിഫ്റ്റിയും ഏകദേശം ഒരു 170 പോയിൻറ്റിൻ്റെ ഇടിവ് ഉണ്ടായതായി കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ഒരു പിന്തുടർച്ച എന്നോണം ഇന്ന് രാവിലെ ഏഷ്യൻ മാർക്കറ്റും ഓൾറെഡി തന്നെ ഗ്യാപ് ഡൗണിലായിട്ടുള്ള നിഫ്റ്റി ഫർദറായിട്ട് വീണ്ടും സെല്ലിംഗ് പ്രഷർ കണ്ടു. നമുക്കിനി ബുധനാഴ്ച ദിവസം ശിവരാത്രി കാരണം മാർക്കറ്റ് അവധിയാണ്. ഇനി റീസെൻറ്റ് ബാങ്ക് ഓഫ് അമേരിക്കയുടെ ഫണ്ട് മാനേജേഴ്സിൻ്റെ സർവേ പ്രകാരം ഏഷ്യൻ സൈഡിൽ നിന്ന് ഏറ്റവും ലീസ്റ്റ് പെർഫോമൻസ് നടത്തുന്ന രണ്ടാമത്തെ മാർക്കറ്റായിട്ട് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റ് മാറി എന്നുള്ളതാണ്. അപ്പോൾ ഏഷ്യൻ സൈഡിൽ നിന്ന് ഏറ്റവും ടോപ്പ് പെർഫോമൻസ് എന്ന നിലയിൽ നിന്നാണ് ഇപ്പോൾ താഴെ വന്നിട്ടുള്ളത്. IT സെക്ടർ ഭീകരമായിട്ടുള്ള ഇടിവ് രേഖപ്പെടുത്തി. നിഫ്റ്റിയിൽ ഇന്ന് ടോപ്പ് 5 കമ്പനീസ്, ടോപ്പ് ലൂസേഴ്സ് എടുക്കുകയാണെങ്കിൽ ഇതിൽ 4 കമ്പനീസും നിഫ്റ്റി IT-യാണ്. വിപ്രോ ഇടിഞ്ഞു 4%, HCL ടെക് 3.5%, TCS 3%, ഇൻഫോസിസ് ഏകദേശം 3% അടുത്ത് ഫോൾ രേഖപ്പെടുത്തി. കൂടാതെ തന്നെ എയർടെലും 2.3% ഒരു ഇടിവുണ്ടായി. അപ്പോൾ ടോപ്പ് IT കമ്പനീസിൽ സീവിയർ സെല്ലിംഗ് പ്രഷർ കണ്ടു. കൂടാതെ തന്നെ നിഫ്റ്റി IT കഴിഞ്ഞ ഒരു 12 ദിവസം എടുക്കുമ്പോൾ IT ഇൻഡെക്സ് 11 ദിവസവും റെഡിൽ തന്നെയാണ് ക്ലോസ് നടത്തിയിട്ടുള്ളത്. കൂടാതെ തന്നെ സ്റ്റീൽ സെക്ടറും ഇന്ന് ഇടിഞ്ഞു. ടാറ്റ സ്റ്റീൽ മാത്രം ഏകദേശം ഒരു 2.5% ഒരു ഇടിവുണ്ടായി. 15 ദിവസത്തെ കനത്ത സെല്ലിങ്ങിന് ശേഷം നിഫ്റ്റി FMCGയിൽ ഇന്ന് പച്ച കത്തിയിട്ടുണ്ട്. നെസ്ലയും ITCയും ഇന്ന് ഗെയിൻ രേഖപ്പെടുത്തി. എന്നാൽ ബ്രിട്ടാനിയ നിഫ്റ്റി 50 പുറത്തു പോകുന്ന കാരണം കൊണ്ട് ബ്രിട്ടാനിയ ഇന്ന് പെർഫോമൻസ് നടത്തിയില്ല. ഇതേ FMCG സെക്ടറിലുള്ള ബ്രിട്ടാനിയ BPCയിലും നിഫ്റ്റി 50 പുറത്തു പോകുന്ന കാരണം കൊണ്ട് ഇന്ന് റെഡിൽ ക്ലോസ് ചെയ്തു. ഇനി NTPC ഗ്രീൻ ഇന്ന് ഏകദേശം 7% ഇടിവ് രേഖപ്പെടുത്തി. അപ്പോൾ ഇവരുടെ അതായത് അവരുടെ 100-ൽ നിന്ന് താഴെ ഈ ഒരു സ്റ്റോക്കിൻ്റെ വില താഴെ പോയിട്ടുണ്ട്. ഇവരുടെ ഒരു ലോക്കിംഗ് പീരീഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ലോക്കിംഗ് പീരീഡ് കഴിഞ്ഞത് കാരണം സെല്ലിങ് ഫർദറായിട്ട് ഉണ്ടായേക്കാം എന്നുള്ള ആ ഒരു ന്യൂസിൻ്റെ പുറത്താണ് NTPC ഗ്രീൻ IPOയിൽ ഈ ഇൻവെസ്റ്റേഴ്സിനും അല്ലെങ്കിൽ പ്രൊമോട്ടേഴ്സിനും അല്ലെങ്കിൽ ആങ്കർ ഇൻവെസ്റ്റേഴ്സിനും എല്ലാം തന്നെ ഒരു ലോക്കിംഗ് പീരീഡ് ഉണ്ട്. അപ്പോൾ ആ ലോക്കിംഗ് പീരീഡ് തീരുന്ന ദിവസമായിരുന്നു ഇന്ന് NTPCൻ്റെ ഗ്രീൻ്റെ. അതുകൊണ്ടാണ് NTPC ഗ്രീനിൽ ഇന്ന് ഒരു ഫോൾ കണ്ടത്. ഇനി കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇടിവ് രേഖപ്പെടുത്തിയിരുന്ന M&M ഇന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. M&M മാത്രമല്ല, ഐഷർ മോട്ടോഴ്സും ഇന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. ഹീറോ മോട്ടോകോർപ്പും ഇന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. കഴിഞ്ഞ വീക്കിലി പെർഫോമൻസ് എടുക്കുമ്പോൾ കഴിഞ്ഞ വീക്കിലെ ഏറ്റവും വീക്കസ്റ്റ് പെർഫോമറായിട്ടുള്ള M&M ഏകദേശം ഒരു 9% അടുത്ത് ഇടിവ് രേഖപ്പെടുത്തി M&M ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ ഇന്ന് ഷിപ്പിംഗ് കമ്പനിയായിട്ടുള്ള ഗാർഡൻ ഷിപ്പ് ബിൽഡേഴ്സ് അവരുടെ ഓർഡർ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഏകദേശം 40,000 കോടി കവിഴുമെന്നുള്ള ന്യൂസിൻ്റെ പുറത്ത് ഗാർഡൻ ഷിപ്പ് ബിൽഡേഴ്സ് ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതേ ബിസിനസ് ചെയ്യുന്ന കൊച്ചിൻ ഷിപ്പ് യാർഡ് വീണ്ടും സെല്ലിംഗ് പ്രഷർ തുടർന്ന് കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നും 1.7% ഒരു ഇടിവ് ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യൻ റുപ്പീസും ഇന്ന് 4 പൈസ ഡോളറിന് എതിരെ ഇടിഞ്ഞ് 86.72 രൂപയാണ് ഡോളറിനെതിരെ ഇപ്പോൾ ഇന്ത്യൻ റുപ്പീസ് ഉള്ളത്. അതും ഒരു ഇടിവിന് മറ്റൊരു കാരണമാണ്. ഇനി പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സിറ്റി ഗ്രൂപ്പ് ഇന്ത്യൻ മാർക്കറ്റിനെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടെന്നുള്ള ന്യൂസ് ഉണ്ട്. കൂടാതെ തന്നെ പോസിറ്റീവായിട്ടുള്ള മറ്റൊരു കാര്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ യു എസ് മാർക്കറ്റ് കനത്ത ഇടിവിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് രാവിലെ മുതൽ US ഫ്യൂച്ചർ പോസിറ്റീവിലാണ് ട്രേഡ് ചെയ്യുന്നത് എന്നുള്ള ഒരു കാര്യമാണ് ഉള്ളത്. കൂടാതെ ഇന്ന് യൂറോ സോണിൻ്റെ ഇൻഫ്ലേഷൻ ഡേറ്റ സ്പൈക്ക് ചെയ്തിട്ട് കൂടിയും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റും പോസിറ്റീവാണ് ട്രേഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് ആകെ കാണാവുന്ന ഒരു 3 പോസിറ്റീവായിട്ടുള്ള ഒരു ഘടകങ്ങൾ. ഈ ഒരാഴ്ച വളരെയധികം റെലവൻ്റ് ആയിട്ടുള്ള വളരെ കീ ഈവൻറ്റുകൾ വരുന്ന ആഴ്ചയാണ്. US-ൽ നിന്ന് കൺസ്യൂമർ കോൺഫിഡൻസ് ഡേറ്റ ചൊവ്വാഴ്ച ദിവസം 8:30 ഇന്ത്യൻ സമയം 8:30 വരും. കൂടാതെ US-ലെ GDP ഡേറ്റ വ്യാഴാഴ്ച ദിവസം 7 മണിക്ക് വരും. ഇന്ത്യയുടെ GDP ഡേറ്റ വെള്ളിയാഴ്ച ദിവസം 4 മണിക്ക് വരും. അപ്പോൾ ഈ കഴിഞ്ഞ
GDP വീക്ക് ആയതിന് പിന്നാലെയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ കനത്ത സെല്ലിങ് കണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഈ തവണ വരുന്ന ഇന്ത്യയുടെ GDP വളരെയധികം റെലവൻ്റ് ആണ്. സ്വാഭാവികമായ രീതിയിൽ നമ്മളുടെ GDP ഡേറ്റേനേക്കാൾ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് US-ലെ GDP ആണ്. പക്ഷേ ഈ തവണ US-ലെ GDP ഇന്ത്യൻ GDPയും കറൻറ്റ് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ സിനാരിയോ അനുസരിച്ച് വളരെയധികം റെലവൻ്റ് ആയിട്ടുള്ളൊരു കീ ഇവൻ്റാണ്. ഇനി മറ്റുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ മധ്യപ്രദേശിലെല്ലാം തന്നെ PM മോഡി പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചു. റിലയൻസ് മാത്രം ഏകദേശം 60,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു എന്നുള്ള ന്യൂസാണ് ഉള്ളത്. NVIDIAയുടെ എല്ലാം തന്നെ റിസൾട്ട് ഈ ഒരാഴ്ച വരുന്നുണ്ട്. ജർമ്മനിയുടെ ഇലക്ഷൻ ഓൺഗോയിങ് ആണ്. അപ്പോൾ യൂറോപ്യൻ സൈഡിൽ നിന്ന് അതാണ് പ്രധാന ഒരു ഈവൻ്റ് ആയിട്ടുള്ളത്. യുഎസിൽ നിന്ന് കൺസ്യൂമർ കോൺഫിഡൻസും GDP ഡേറ്റയും ഉണ്ട്. അപ്പോൾ ഇത്തരം ഡേറ്റാസ് മേ ബി മാർക്കറ്റിന് ഒരു യു-ടേൺ ആയിട്ടൊക്കെ റിയാക്ട് ചെയ്യപ്പെട്ടേക്കാം. അത്ര പോസിറ്റീവായിട്ടുള്ളൊരു ഡേറ്റ ആണെങ്കിൽ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഗ്ലോബൽ ഇവൻറ്റുകളെല്ലാം തന്നെ കൃത്യമായിട്ട് തന്നെ വാച്ച് ചെയ്യുന്നത്. ഇനി ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ ഏറ്റവും താഴെ കാണാം ഡാക്സ്. ജർമ്മൻ മാർക്കറ്റ് പോസിറ്റീവാണ്. ഫ്രാൻസ് മാർക്കറ്റ് 10 പോയിൻറ്റിൻ്റെ ഇടിവ്. FTSE UK മാർക്കറ്റ് പ്ലസ് ആണ്. ഏഷ്യൻ സൈഡിൽ തന്നെ പൊതുവേ നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്തു. ഏറ്റവും ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ബിറ്റ്കോയിൻ 95,000, തൊട്ട് താഴെ ബ്രന്റ് ഓയിൽ $74 പെർ ഔൺസും, അതിന് താഴെ ഗോൾഡ് വീണ്ടും സ്പൈക്ക് ചെയ്ത് ഏകദേശം $5 ഉയർന്ന് $2,940 ആയിട്ടുണ്ട്. അപ്പോൾ ഗോൾഡ് ആണ് ഈ ഒരു കഴിഞ്ഞ പീരീഡിൽ താരം എന്ന് പറയുന്നത്. $2,000 പെർ ഔൺസിൽ നിന്ന് ഗോൾഡ് $2,904 പെർ ഔൺസിലേക്ക് ഗോൾഡിൻ്റെ ശക്തമായിട്ടുള്ളൊരു പ്രയാണം നമ്മൾ കണ്ടു. ഈ ഗോൾഡും ഇക്വിറ്റി മാർക്കറ്റും പലപ്പോഴും ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് കാണിക്കാറുണ്ട്. നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അതായത് മാർക്കറ്റ് ശക്തമായ രീതിയിൽ ക്രാഷ് ചെയ്യുമ്പോൾ ഗോൾഡിലേക്ക് ആളുകൾ ഒരു സേഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ഗോൾഡിനെ പരിഗണിക്കാറുണ്ട്. അതല്ലെങ്കിൽ യുദ്ധം വരുമ്പോൾ എന്നാൽ പിന്നെ ഗോൾഡ് സേഫ് ആണ് എന്നുള്ളൊരു പെർസ്പെക്റ്റീവിൽ ആളുകൾ ഗോൾഡിനെ പരിഗണിക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഗോൾഡ് ഓൾ ടൈം ഹൈ ആണ് നിൽക്കുന്നത്. ഗോൾഡിലേക്ക് ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇലക്ട്രോണിക്കലി ചെയ്യാൻ സാധിക്കുന്ന SGB പുതിയ ഇഷ്യൂ ആണ് RBI സ്റ്റോപ്പ് ചെയ്തത്. നിലവിലുള്ള ഇഷ്യൂസ് എല്ലാം തന്നെ ഓൺഗോയിങ് ആണ്. സെക്കൻഡറി മാർക്കറ്റിലൂടെ നമുക്ക് വാങ്ങൽ വിൽപ്പന നടത്താം. മെച്യൂരിറ്റി വരെ വെക്കുമ്പോൾ ഓരോ ഇയറും 2.5% ഇൻട്രസ്റ്റ് ലഭിക്കും. ഇനി നമ്മൾ വാങ്ങിക്കുന്ന SGBക്ക് ഒരു 5 ഇയർ ടെന്യൂർ ഉണ്ടെങ്കിൽ ആ ഒരു 5 ഇയർ മീറ്റ് ചെയ്യുന്ന ടെന്യൂർ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ SGBക്ക് ഉണ്ടെങ്കിൽ ആ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ്റെ പുറത്ത് നമുക്ക് ടാക്സ് ഫ്രീ ഉണ്ട്. അതൊക്കെ SGBസിൻ്റെ കൂടെയാണ്. ഇപ്പോൾ SGBs അവൈലബിൾ അല്ലെങ്കിൽ ഗോൾഡ് മ്യൂച്വൽ ഫണ്ടുകളോ അല്ലെങ്കിൽ ഗോൾഡ് ETF ഫണ്ടുകളൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ ഗോൾഡ് ഇപ്പോൾ ഓൾ ടൈം ഹൈ ആണ്. അപ്പോൾ അതായത് ഇതെല്ലാം തന്നെ ഓൾറെഡി എൻജോയ് ചെയ്യുന്ന ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ ഇപ്പോൾ വളരെയധികം ത്രില്ലിലായ ഒരവസ്ഥയിലാണ് ഉള്ളത്. അങ്ങനെ ത്രില്ലിലായ ഒരാളാണ് അല്ലെങ്കിൽ നിങ്ങൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ നിങ്ങളുടെ ഗോൾഡിൻ്റെ പോർട്ട്ഫോളിയോ ഉയരുക വഴി നിങ്ങളുടെ ഓവറോൾ പോർട്ട്ഫോളിയോ സ്റ്റേബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. മറ്റുള്ള ആളുകൾക്ക് അതൊരു ഐ ഓപ്പണർ ആയിരിക്കും എന്നുള്ളത് ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു ഓൾ.